നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് സൂര്യൻ അറിയപ്പെടുന്നത്. സൂര്യന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കും. അവര് വിദ്യയിലും ബിസിനസ്സിലും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സൂര്യനുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ സൂര്യൻ മീനം രാശിയിൽ നിന്നും ഏപ്രിൽ 14 വിഷുദിനത്തിൽ മേടം രാശിയിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. സൂര്യന്റെ ഈ രാശിമാറ്റം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകും. ജീവിതത്തിൽ വഴിത്തിരിവായി മാറും. അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുരോഗതിക്കുള്ള അവസരങ്ങൾ തന്നെ നൽകുന്നതായ സാഹചര്യമായി മാറും എന്ന് തന്നെ മനസ്സിലാക്കാം. ഏതെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ആദ്യത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് വിഷു മുതൽ വന്നു ചേരുക. ജോലി ചെയ്യുന്നതായ അവസരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സ്ഥാനവും ശമ്പളവും വർദ്ധിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാം. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നതായ പല കാര്യങ്ങളും സൂര്യന്റെ രാശി മാറ്റത്തോടെ ഈ നക്ഷത്രക്കാരിലേക്ക് തേടി എത്തുന്നതാണ്. പലവിധ സൗഭാഗ്യങ്ങൾ തേടിയെത്തി എന്ന് വരാം. വിദ്യയിൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ കടന്നു വരും. വിദേശവാസയോഗം രൂപപ്പെടുന്നതായ സാഹചര്യങ്ങൾ, വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ, അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള അവസരങ്ങൾ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്താം. സ്വയം തൊഴിൽ ചെയ്യുവാൻ ഇറങ്ങുന്നവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം മനസ്സിനിണങ്ങിയ വിവാഹം, പങ്കാളിയെ കണ്ടെത്തുവാൻ പോലും സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം വർദ്ധിക്കാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കടബാധ്യതകളും കൊടുത്തു തീർക്കുകയോ കൈകളിൽ ധനം മിച്ചം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. പുതിയ നേട്ടങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉചിതമായ കാര്യങ്ങൾ നൽകുവാൻ, ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിഷു മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. പല മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ സാമ്പത്തിക ബാധ്യതകൾ അകറ്റുവാനുള്ള മാർഗം തെളിയുന്നതായ സാഹചര്യമാണ് കടന്നു വരിക. പലപ്പോഴും പലരിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരത്തിൽ ലഭിച്ചതായ സഹായങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില സഹായങ്ങൾ വീണ്ടും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, വിദേശത്ത് ജോലി ലഭിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കടന്നു വരാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, അതിനുള്ള പണം കണ്ടെത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും, എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സാധിക്കും. അത് ബിസിനസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാകാം, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പുതിയ ജോലി ലഭിക്കുക, ഉയർന്ന ശമ്പളം അല്ലെങ്കിൽ കാര്യങ്ങൾ
നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ ശമ്പളം ലഭിക്കാവുന്നതാണ്. സ്ഥാനക്കയറ്റം ലഭിക്കുക, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരം വന്നു ചേരാം. കൂടാതെ ഈ സമയം ലോണുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ സ്വന്തമാക്കുക. സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരുക. കടബാധ്യതകൾ നേട്ടങ്ങളാൽ കുറയ്ക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ വിഷു മുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വെച്ചടി കയറ്റം വന്ന് ചേരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാഹചര്യങ്ങൾ, വിദ്യയിൽ ഉയർച്ച നേടുക, കലാകായിക രംഗത്ത് ശോഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കഴിവിനനുസരിച്ച് ജോലിയിൽ അംഗീകാരങ്ങൾ തേടിയെത്തുക, പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുക, നേട്ടങ്ങൾ തേടിയെത്തുക. അഭിപ്രായങ്ങൾ ചോദിച്ച് ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, പുതിയ ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് പരമായി പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൂടുതലായി കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും തീർക്കുവാനുള്ള ധനം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ മറ്റു കാര്യങ്ങൾക്കോ ധനപരമായ കാര്യങ്ങൾ സഹായമായി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചെയ്തതായ കാര്യങ്ങൾ എല്ലാം തന്നെ ഉചിതമായ ഫലം ഇവർക്ക് നൽകും. ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തിക സ്ഥിതി കൂടുതലായും മെച്ചപ്പെടുന്നതായ സാഹചര്യമാണ് കടന്നു വരിക. ജീവിതത്തിൽ വളരെയധികം സന്തോഷം വർദ്ധിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ കടന്നു വരാം. നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടുതലായും വിഷമങ്ങൾ പലതും മനസ്സിലുണ്ട് എങ്കിലും അതെല്ലാം മാറ്റിവെച്ച് വളരെയധികം സന്തോഷിക്കുവാൻ സാധിക്കുന്ന നിമിഷങ്ങൾ കടന്നു വരും. ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്. അത് ബിസിനസ് പരമോ അല്ലാതെയോ ആകാം. ബിസിനസ് പരമായി പ്രധാനമായും ലാഭം വർദ്ധിക്കുകയും കടബാധ്യതകൾ പോലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും കടന്നു വരാം. ജീവിതത്തിൽ വളരെയധികം വളർച്ച വന്നു ചേരുന്ന സമയമാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വാഹനയോഗം വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുക. കൂടാതെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. രോഹിണി നക്ഷത്രക്കാർക്ക് വിഷു മുതൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് കടന്നു വരിക. മാനസികപരമായ പല ബുദ്ധിമുട്ടുകളും ഇവരിൽ നിന്നും അകലുന്നതായ സാഹചര്യം, സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. ബിസിനസ് പരമായി വളരെയധികം വളർച്ച സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ വിദ്യയുമായി ബന്ധപ്പെട്ട് അഥവാ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. അത് വിദ്യയുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും മാതാപിതാക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന, കുടുംബാംഗങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളെയും പരിചയപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ജോലി സ്വന്തമാക്കുക, ജോലിയിൽ പ്രവേശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം.
സാമ്പത്തിക നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച വന്നു ചേരും. ബിസിനസ് പരമായി ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്, അതായത് ലാഭം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വാഹനയോഗം നിങ്ങൾക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കാം. ഭാഗ്യം തുണയ്ക്കുന്നതാണ്. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ, വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെ പരാമർശിക്കാം.